ബംഗളൂരു കോർപ്പറേഷന്റെ വടക്കൻ അതിർത്തിയിലെ ചെറുനഗരമാണ് കൊഗിലു. അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ താമസിച്ചിരുന്ന പ്രദേശമാണ് ഈ പിന്നിൽ കാണുന്നത്. മനുഷ്യരുടെ കണ്ണുനീർ വീണ് നനഞ്ഞ ശ്മശാന ഭൂമിയായ പ്രദേശം. മുസ്ലിം ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട 200ഓളം കുടുംബങ്ങൾ നഗരത്തിന്റെ തിളക്കത്തിൽ നിന്നെല്ലാം മാറി അരികെ പറ്റിക്കഴിഞ്ഞിരുന്ന വസിം ലേഔട്ടും ഫക്കീർ ലേഔട്ടും. ഡിസംബർ 20 പുലർച്ചെയാണ് ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേൽ അധികാരത്തിന്റെ യന്ത്രക്കൈകൾ നീണ്ടെത്തിയത്. ബംഗളൂരു നഗരത്തിന്റെ അതിർത്തിയായ യലഹങ്ക നഗരമായി ഇന്ന് കാണുന്ന രീതിയിൽ വളരുന്നതിന് മുമ്പ് ഏകദേശം 3.5 പതിറ്റാണ്ട് മുമ്പാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവിതം തേടിയിറങ്ങിയ മനുഷ്യർ ഈ പ്രദേശത്തെത്തി തുടങ്ങിയത്. കൊഗിലു ക്രോസ് റോഡിലെ ഖനനം കഴിഞ്ഞ് ഉപേക്ഷിച്ച ക്വാറിയുടെ ഭാഗങ്ങളിൽ മനുഷ്യർ ഒറ്റയ്ക്കും കൂട്ടമായും എത്തി. ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടി തണലൊരുക്കി താമസം തുടങ്ങി. പലർക്കും കുഞ്ഞുകൂര കെട്ടിയൊരുക്കാൻ ഭൂമി ലഭിച്ചത് ഏജന്റുമാർ മുഖേനയാണ്. മുസ്ലിം ദളിത് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർ പല ഭാഗങ്ങളിൽ നിന്നും എത്തി. ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങൾ. അങ്ങനെ പതിയെ പതിയെ പ്രദേശം വളർന്നപ്പോൾ ഫക്കീർ കോളനി എന്ന പേരായി. പാട്ടുപാടി തെരുവിലലഞ്ഞ് വരുമാനം കണ്ടെത്തുന്ന മനുഷ്യരുടെ ഭൂമി. മെച്ചപ്പെട്ട ജീവിതം തേടി അഭയാർത്ഥികളെ പോലെ വന്നെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഉപേക്ഷിച്ച കോറയുടെ നടുവിലെ വലിയ പാറക്കെട്ടിന്റെ മറുഭാഗത്തും കുഞ്ഞുകൂരകൾ ഉയർന്നു. വസിം എന്ന ഏജന്റ് വഴി ഭൂമി വാങ്ങി മനുഷ്യർ താമസം തുടങ്ങിയ പ്രദേശം വസിം ലേഔട്ട് എന്നറിയപ്പെട്ടു. ആദ്യകാലത്ത് സ്ത്രീകൾ ഭിക്ഷാടനത്തിനിറങ്ങി വീട്ടുജോലികൾ ചെയ്തു. പുരുഷന്മാർ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു, നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഏജന്റുമാർക്ക് എണ്ണിപ്പെറുക്കിയ ഒരു വിഹിതം നൽകി ഭൂമിയുടെ അവകാശം ഉറപ്പിച്ചു. പകരം രേഖകൾ എന്ന പേരിൽ ഏജന്റുമാർ കടലാസുകൾ നൽകി. 200ഓളം വീടുകൾ നിറഞ്ഞ പ്രദേശത്ത് വൈദ്യുതിയും കുടിവെള്ള കണക്ഷനും എത്തി. വോട്ടർ ID കാർഡും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും അടക്കമുള്ള രേഖകളുമെല്ലാം ഫക്കീർ കോളനിയിലെയും വസിം ലേഔട്ടിലെയും മേൽവിലാസത്തിൽ ലഭിച്ചു. മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടി രാഷ്ട്രീയ നേതാക്കന്മാർ കടന്നുവന്നു. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ ജയിച്ച ബൈദരായണപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരാണിവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തിയവർ. 2025 ഡിസംബർ 20 പുലരി വരെ സാധാരണ പോലെ ചെറിയ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിക്കഴിഞ്ഞ മനുഷ്യർ നിയമം നടപ്പാക്കാനെന്ന പേരിൽ അധികാരത്തിന്റെ കരങ്ങളെത്തിയപ്പോൾ അപ്രതീക്ഷിതമായാണ് എല്ലാം തകിടം മറിഞ്ഞത്. ബുൾഡോസറുകളുടെ ഇരമ്പൽ ഫക്കീർ കോളനിയെയും വസിം ലേഔട്ടിനെയും ഞെട്ടിയുണർത്തി. 280ഓളം പോലീസുകാരുടെ സുരക്ഷയിൽ 5 ബുൾഡോസറുകൾ വീടുകൾ ഓരോന്നായി തകർത്തെറിഞ്ഞു. മഞ്ഞു വീഴുന്ന പുലരി മനുഷ്യരുടെ കണ്ണുനീർ വീണ് പൊള്ളി. Central government, state government should think about poor. Then only you will be stay there. If any children will die with the food or hungry, it will be sharp for the children also. भूखा नहीं है स्कूल इसमें गए घर में. किधर है पुस्तक आपका? हाँ स्कूल इधर है गवर्नमेंट बुक उधर ही गए. नहीं उधर ही गए चले गए. ಸುಮಾರು ವರ್ಷದಿಂದ ನಾವು ವಾಸಿಯಾಗಿದ್ದೀವಲ್ಲ, ನಮ್ಗೆ ಯಾವುದು ತೊಂದರೆ ಇಲ್ಲ. ನಾವು ಯಾವ ಮಾತು ಹೇಳ್ತೀವೋ ಆಧಾರ್ ಕಾರ್ಡ್ ಮಾಡಿಕೊಟ್ಟವ್ರೆ, ID ಕಾರ್ಡ್ ಮಾಡಿಕೊಟ್ಟವ್ರೆ, ರೇಷನ್ ಕಾರ್ಡ್ ಮಾಡಿಕೊಟ್ಟವ್ರೆ, ನಾವೆಲ್ಲ ತಿಂತಾ ಇದ್ದೀವಿ. ನಾವು ಸರ್ಕಾರದ್ದು ನೀವು ಕೊಟ್ಟಿರೋದು ನಾವು ஆகாரನ ನಾವು ತಿಂತಾ ಇದ್ದೀವಿ. ரொம்ப கஷ்டம் ரொம்ப இருக்குதுங்க. ஏன்னா வந்தார் காலையில் 6-7 மணிக்கெல்லாம் வந்துட்டு அந்த சிலிண்டர் எடுத்து வெளியே வையன்னு சொன்னாங்க. ஆயிடுச்சு வைக்கிறோன்னு சொன்னோம். அது எடுக்கிறதுக்கும் டைம் இல்லை. அது எடுத்து இப்படி வச்ச உடனே எல்லாம் க்ளீன் டெமாரேஷன் பண்ணிட்டாங்க எல்லாமே. ஒரு ஸ்கூல் புக்கு இருக்கட்டும், ஒரு சாமான் இருக்கட்டும், ஒரு துணி இருக்கட்டும், எதுவுமே இல்லை. எல்லா அதில் தான்
ബംഗളൂരു വികസന അതോറിറ്റിയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനായി ഏറ്റെടുത്ത സ്ഥലത്തെ കയ്യേറ്റം ഒഴിപ്പിച്ചുവെന്നായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ വിശദീകരണം. മണിക്കൂറുകൾക്കിടയിൽ ഫക്കീർ കോളനിയിലും വസിം ലേഔട്ടിലും ഇവയ്ക്കിടയിലുള്ള ന്യൂ HH ലൈനിലുമായി 165 വീടുകൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞുവെന്നാണ് സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാന സന്നദ്ധ സംഘടനയായ സംഗമയുടെ പ്രാഥമിക കണക്ക്. ഇതിൽ 132 വീടുകൾ മുസ്ലിം കുടുംബങ്ങളുടേതും 32 ദളിത് കുടുംബങ്ങളുടേതും 1 ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെതുമാണ്. 30ഓളം വീടുകൾ നിലംപതിക്കാറായി നിൽക്കുന്നു. ഒഴിഞ്ഞുപോവാൻ മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരുടെ വാദം. എന്നാൽ അങ്ങനെ ഒരു അറിയിപ്പും ഈ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. We are saying all people who have lost their house, irrespective of where they have come from how many years they are living, whatever. Everyone has lost their houses. All of them are poor. They must get that rehabilitation done. Because they are saying this place is not fit for living. If government feels that it is not fit for living, then if they are rehabilitating, they need to rehabilitate everybody. സന്നദ്ധ സംഘടന പറയുന്നു അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന്, നാട്ടുകാരും പറയുന്നു നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന്. പക്ഷേ അധികൃതർ പറയുന്നത് ഞങ്ങൾ പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തു, ഇവരാരും അതിന് യാതൊരു മറുപടിയും തന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ബാംഗ്ലൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ ഈ ബാംഗ്ലൂർ സ്ഥലത്തിൽ ലാൻഡ് വളരെ വില കൂടുതലാണല്ലോ. അപ്പോൾ ലാൻഡ് മാഫിയയ്ക്കും ഇതിൽ കൈകൊണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ ഭൂമി എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ഭൂമിയാണെങ്കിലും കുടിയൊഴിക്കപ്പെടുമ്പോൾ ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും പാർപ്പിട സൗകര്യം കൊടുത്തതിന് ശേഷം അവരെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ രീതി. തെരുവിലേക്കിറക്കി വിട്ട മനുഷ്യരുടെ വേദനകളും നിലവിളികളും പുറം ലോകമറിഞ്ഞില്ല. 5 ദിവസങ്ങൾക്കപ്പുറം അതിർത്തികൾ കടന്ന കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന മനുഷ്യനെ തൊടുന്ന ഒരു ഭരണാധികാരി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറി. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ഈ ബുൾഡോസർ കാര്യങ്ങൾ വന്നാലും, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടന്നാലും, സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല നമ്മളാരും പ്രതികരിക്കാറ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ രാജ്യത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റെവിടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അതിർത്തി നോക്കി പ്രതികരിക്കുക എന്നുള്ളതല്ല സാധാരണ രീതി. സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. യലഹങ്കയുടെ പകലിനെ പൊള്ളിക്കുന്ന ചൂടിലേക്കും രാത്രിയുടെ മരം കൊച്ചുന്ന തണുപ്പിലേക്കും വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കഴിഞ്ഞു. 4ാം നാൾ പ്രദേശത്ത് നിന്ന് ഇവരെ ആട്ടിയോടിക്കാനുള്ള അധികൃതരുടെ ശ്രമം സന്നദ്ധ സംഘടനകളുടെയും CPM പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ തടഞ്ഞു. കേരളത്തിന്റെ പ്രതിരോധമാണ് കുഗ്ലുവിലെ കുടിയൊഴിപ്പിക്കലിനെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമൂഹ്യമാധ്യമ കുറിപ്പിന് കർണാടക സർക്കാരിന് മറുപടി പറയേണ്ടി വന്നു. ഭീകരമായ കുടിയൊഴിപ്പിക്കലിന്റെ കാഴ്ചയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ണു തുറന്നതോടെ ദേശീയ മാധ്യമങ്ങളടക്കം യലഹങ്കയിലെത്തി പാവപ്പെട്ട മനുഷ്യരുടെ ദുരിത ജീവിതം പുറം ലോകത്തേക്ക് എത്തിച്ചു. കേരളത്തിൽ നിന്ന് രാജ്യസഭാ MP A റഹീമും KT ജലീൽ MLAയും യലഹങ്കയിലെത്തി മനുഷ്യരുടെ വേദനകൾ തൊട്ടറിഞ്ഞു. ಸಂಗಮದಲ್ಲಿ ಹೋಗಿ ಅವರು ಮೀಟ್ ಮಾಡಿಕೊಂಡು ಬಂದಿದ್ದಾರೆ, ಅವರು ಭೇಟಿ ಮಾಡಿದ್ದಾರೆ. ಅವರು ನಿಮ್ಮ ಬಗ್ಗೆ ಎಲ್ಲ ಹೇಳಿದ್ದಾರೆ, ಎಲ್ಲ ಕಾರ್ಯಗಳು ಅಂತೆಲ್ಲ ಹೇಳಿದ್ದಾರೆ. ಅವರು ಮೇಡಮ್ ಎಲ್ಲ ಹೇಳಿದ್ದಾರೆ, ಇಲ್ಲಿ ಏನೇನು ಆಗಿದೆ ಎಲ್ಲ ಆಗಿದೆ ಅಂತ ನಮ್ಮ MB ಅವರಿಗೆ ಎಲ್ಲ very സ്പഷ്ടമായി ಎಲ್ಲ ಹೇಳಿದ್ದಾರೆ. അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അതോടുകൂടിയാണ് പ്രശ്നം ചൂടുപിടിച്ചത്. കർണാടക ഗവൺമെൻറ് അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെയും അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടിയുയർത്തിയ, വർഷങ്ങളുടെ പാടുപെടലുകൾ കൊണ്ട് കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീം കോടതിയുടെ എല്ലാ ഗൈഡ് ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന
കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിന്റെ മനുഷ്യത്വപരമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ആരോരുമറിയാതെ തെരുവിലേക്ക് അട്ടിയൊടിക്കപ്പെടുമായിരുന്നു ഈ മനുഷ്യർ. Some Kerala NGOs also is there. They all are came of humanity basis. They help the poor people. Otherwise, they will die. See, small children. They don't know what is their religious name. They only know we are born in India. That's my India. You are. What's their fault? They are born in the poor family. This is their fault. ವೋಟ್ ಹಾಕುವಾಗ ಇದು ಯೋಗ್ಯ ಅಲ್ಲ, ಸರ್ಕಾರದ ಸ್ಥಳ, ಜನ ವಾಸ ಮಾಡೋಕ್ಕಾಗಲ್ಲ, ನೀವ್ಯಾಕೆ ನಮ್ಗೆ ವೋಟ್ ಹಾಕ್ತೀರಿ ಅಂತ ಯಾವ ಪಕ್ಷದವರು ಕೇಳಿಲ್ಲ. ಕಾಂಗ್ರೆಸ್ ಅವರು ವೋಟ್ ಹಾಕ್ಸ್ಕೊಂಡಿದ್ದಾರೆ, BJP ಅವರು ಹಾಕ್ಸ್ಕೊಂಡಿದ್ದಾರೆ, ಎಲ್ಲ ಪಕ್ಷದವರು ಹಾಕ್ಸ್ಕೊಂಡಿದ್ದಾರೆ. ಆದರೆ ಇಲ್ಲಿ ಹೊಡೆದಾಕಿದಾಗಲೂ ಕೂಡ ಒಂದು 3-4 ಡೇಸ್ ತುಂಬ ಸಫರ್ ಆಗಿದ್ದಾರೆ ಇಲ್ಲಿ ಜನ. ಬಟ್ ಆದರೆ ಇವತ್ತು ಕೇರಳದ ಮುಖ್ಯಮಂತ್ರಿಯವರು ಆ ಧ್ವನಿ ಎತ್ತಿದ ಕೂಡಲೇ ಇವತ್ತೆಲ್ಲರೂ ಕೂಡ ಈ ಕಡೆ ಅಟೆನ್ಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಇವತ್ತು ಸರ್ಕಾರ ಟೋಟಲಿ ಸರ್ಕಾರ ಎಲ್ಲ ಮಿನಿಸ್ಟ್ರ್ MLAಗಳು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ಅದಕ್ಕೆ ಮುಂಚಿತವಾಗಿಯೇ ಇವರು ಅಲರ್ಟ್ ಆಗಿ ಸರ್ಕಾರ ಅವ್ರಿಗೆ ಕರೆಕ್ಟಾಗಿ ವ್ಯವಸ್ಥೆ ಮಾಡಿದಿದ್ರೆ CM ಯಾಕೆ ಮಾತಾಡ್ತಿದ್ರು ಕೇರಳ CM ಅಂತೇಳಿ. ಮತ್ತು ಇನ್ನೊಂದು ಕಡೆಯಲ್ಲಿ ಹೇಳ್ತಾರೆ ಕೇರಳ CM ಯಾರು ಮಾತಾಡೋದು ಅಂತೇಳಿ. ಇಡೀ ದೇಶದಲ್ಲಿ ಜಗತ್ತಲ್ಲಿ ಬೇರೆ ಏನೇ ಕಡೆ ಏನೇ ಪ್ರಾಬ್ಲಮ್ ಆದರೂ ಕೂಡ ಇವತ್ತು CPM ಪಕ್ಷ ಒಂದೇ ವಾಯ್ಸ್ ಮಾಡ್ತಾ ಇರೋದು. ಯಾವ ಕಂಟ್ರಿಯಲ್ಲಾಗಲಿ ಯಾವ ಸ್ಟೇಟಲ್ಲಾಗಲಿ ಯಾರಿಗೇ ಆಗಲಿ ಮಾನವೀಯತೆ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು CPM ಪಕ್ಷ ಒಂದೇನೆ ಇವತ್ತು ಧ್ವನಿ ಎತ್ತಾ ಇರೋದು. केरला वाले आपको आते हमें 12 दिन से यहाँ भूखे प्यासे वो को है उन BJP वाले आपको हमें जरी बात में हम पूछे ना खाना दिया ना पानी दिया ना क्यों भी दिया ना. ನಾವು ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿಯಿಂದ ಹೇಳಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೀವಿ. ಇವರಿಗೆ ಇಲ್ಲಿ ಏನಿಲ್ಲ ಬಂದಿದ್ದಾರೆ, ಕಾರ್ಮಿಕರಿದ್ದಾರೆ, ಭಾಳ ಕಡುಬಡವರಿದ್ದಾರೆ, ದಲಿತರಿದ್ದಾರೆ, ಅಲ್ಪಸಂಖ್ಯಾತರಿದ್ದಾರೆ, ಹಲವಾರು ಜಾತಿ ಧರ್ಮದವರೆಲ್ಲ ಇಲ್ಲಿ ವಾಸ ಮಾಡ್ತಿದ್ದಾರೆ. ಒಂದನ್ನೇ ಗುರಿಯಾಗಿಟ್ಕೊಂಡು ಮುಸ್ಲಿಂ ಅಂತ ಗುರಿಯಾಗಿಟ್ಕೊಂಡು ಮಾಧ್ಯಮಗಳಲ್ಲಿ ಪ್ರಚಾರ ಮಾಡೋದು ಸರಿ ಕಾಣೋದಿಲ್ಲ. ಇಲ್ಲಿ ಬಂದು ವಾಸ್ತವಾಂಶ ತಿಳ್ಕೊಬೇಕಾಗುತ್ತೆ. ಇಲ್ಲಿ കേരള ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് എന്തായാലും ഒരു പോസിറ്റീവ് ഇമ്പാക്ट ഉണ്ടാകുന്നുണ്ട്. आपको भी लग रहा है केरला गवर्नमेंट का इन्वॉल्वमेंट अच्छा हुआ है? हाँ वही अच्छा हुआ है. वो आए ना, वो आने के बाद ही पूरा आया है. DK शिव कुमार होंदे और समीर अहमद होंदे, वो पूरा वो आए के गए ना तभी आया है. उससे पहला कोई नहीं आया था. കേരളത്തിന്റെ ഇടപെടൽ കാരണമുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് കർണാടക സർക്കാർ തെരുവിലിറക്കി വിട്ട മനുഷ്യർക്ക് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായത്. പുനരധിവാസ പദ്ധതി ഈ തണുപ്പിലുറഞ്ഞു കിടക്കുന്ന എല്ലാ മനുഷ്യരെയും തേടിയെത്തുമോ? പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് യലഹങ്ക സന്ദർശിക്കേണ്ടി വന്നു. കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്നും കർണാടകയുടെ കാര്യത്തിൽ കേരളം ഇടപെടേണ്ടെന്നുമുള്ള ശിവകുമാറിന്റെ പ്രതികരണം വിവാദമായി. കുടിയൊഴിപ്പിക്കലിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് സർക്കാർ 9ാം നാൾ ബയ്യപ്പനഹള്ളിയിലെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായവർക്ക് വീട് നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി. 11,20,000 രൂപയുള്ള ഫ്ളാറ്റിന് ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം അടക്കണമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. പ്രതിഷേധമുയർന്നപ്പോൾ കൂടുതൽ സബ്സിഡി നൽകുമെന്നായി. പക്ഷേ പുതുവർഷ ദിനത്തിൽ വീടുകൾ നൽകുമെന്നത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി. പുനരധിവാസത്തിനായി നടത്തുന്ന സർവേയിൽ രേഖകൾ ഹാജരാക്കിയെങ്കിലും വർഷങ്ങളായി പ്രദേശത്ത് താമസിക്കുന്ന നിരവധി പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. പ്രഖ്യാപിച്ച ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം. താൽക്കാലിക സൗകര്യങ്ങൾ പോലും സർക്കാർ ഒരുക്കി നൽകാത്തതിനാൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ മഞ്ഞും വെയിലുമേറ്റ് കഴിയേണ്ട ദയനീയമായ സാഹചര്യത്തിലായിരുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർ. വെള്ളവും വെളിച്ചവുമില്ല, ശുചിമുറിയില്ല. യുദ്ധമുഖത്തെന്ന പോലെ ഇരകളായി കുട്ടികളും സ്ത്രീകളും പ്രായമായവരും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തിൽ സമൂഹ അടുക്കളയിലൂടെ ഒരുക്കി നൽകുന്ന ഭക്ഷണം കഴിച്ച് പ്രതീക്ഷയറ്റ് ജീവിതങ്ങൾ. പാഠപുസ്തകവും പഠനോപകരണങ്ങളും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 18 വയസ്സിന് താഴെയുള്ള 180ഓളം കുട്ടികൾ. കുഗിലു ഗവൺമെന്റ് ഉറുദു UP സ്കൂളിലും പ്രദേശത്തെ മറ്റ് 4 സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മണ്ണിലമർന്ന ജീവിതോപാധികളും രേഖകൾക്കുമായി എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അറിയിപ്പേതുമില്ലാതെ നടത്തിയ തകർത്തെറിയലിന് കാരണമായി പറഞ്ഞത് ഭൂമി കയ്യേറ്റവും അനധികൃത കുടിയേറ്റവും. ഉത്തരേന്ത്യയിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ബുൾഡോസർ രാജ് തന്ത്രം തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നടന്നത്. UPയിലും ഡൽഹിയിലുമെല്ലാം ഭരണകൂടം നിയമവാഴ്ചയെന്ന പേരിൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാജിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ് യലഹങ്കയിൽ കണ്ടത്.
അവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ അധികാരപ്രയോഗം നടത്തിയത് BJP ആണെങ്കിൽ ഇവിടെ ബുൾഡോസർ രാജിന്റെ ബ്രാൻഡ് അംബാസഡർ കോൺഗ്രസ് ആണെന്ന വ്യത്യാസം മാത്രം. കയ്യേറ്റമെന്ന പേരിൽ യലഹങ്കയിലെ വീടുകൾ ഇടിച്ചു നിരത്തി സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും എല്ലാം തെരുവിലിറക്കിയതിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനും പ്രതിപക്ഷത്തുള്ള BJPക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഭരണകൂട തീർവാഴ്ചയിൽ ഒരേ തൂവൽ പക്ഷികൾ. ഇതിന് രാഷ്ട്രീയ വിധിയിൽ കാണുന്നതും ഇവർ പാവപ്പെട്ടവരാണ്, ഇവർ ന്യൂനപക്ഷത്തിന് ആൾക്കാരാണ്, അതുകൊണ്ടാണ് ചെയ്തത് പറയുന്നതിൽ ഞാൻ ന്യായം കാണുന്നില്ല. ഈ വിവാദം വന്ന ശേഷം ഒരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ അതിന് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? കേരളം നടത്തിയ ഇടപെടലിനെ എതിർക്കുന്നതിലും ഇരുകൂട്ടർക്കും ഒരേ ശബ്ദം. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കുടിയൊഴിക്കപ്പെട്ടവർക്ക് സർക്കാർ ഭവന പദ്ധതിയിൽ വീടുകൾ പ്രഖ്യാപിച്ചതിൽ മാത്രമാണ് BJPക്ക് അഭിപ്രായ വ്യത്യാസം. CM want to repeat. That's why they are using the Muslim card. They created the Hindu everything. That have to remain for the garbage dumping, not for any other things. Any religious, we don't care. We want the safety of the Bangalore. വീട് നൽകുന്നത് ബംഗ്ലാദേശികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ഭൂമി കയ്യേറിയവർക്കാണെന്നും വ്യാജ പ്രചാരണം നടത്തി കന്നഡ വികാരം ആളിക്കത്തിക്കുന്നതിലായിരുന്നു BJPയുടെ ശ്രദ്ധ. हमें बांग्लादेश वाले नहीं हैं, कर्नाटका वाले हैं. कौन भी आए नहीं थे, पहले आके इनो आए थे, केरला वाले आए थे, उन्होंने सभी देखे. बाद में इनो आए सो आके आप बोल रही सो ऐसा. तो बांग्लादेशी यहाँ रहेगा कैसे? यहाँ सब हिंदुस्तानी हैं. यूपी होगा तो क्या होगा? हिंदुस्तान में नहीं है क्या? कोलकाता हिंदुस्तान में नहीं है क्या? बिहार हिंदुस्तान में नहीं है क्या? महाराष्ट्र हिंदुस्तान में नहीं है? आपका केरला हिंदुस्तान में नहीं है क्या? सब लोग ये केरला वाले को हम सलाम करते हैं, केरला के मिनिस्टर को हम सलाम करते हैं. ये जो किया ना काम, हम उनको सलाम करते हैं, हम सब लोग मिलके, क्योंकि इतना मदद भी किए हैं और जितने भी केरला वाले हैं यहाँ आके बहुत मदद किए हैं. दूसरा कोई BJP वाला आके नहीं किया इधर. ಬಾಂಗ್ಲಾದೇಶವರು ಇಲ್ಲ, ನಾವು ಪಾಕಿಸ್ತಾನದವರು ಇಲ್ಲ, ನಾವು ಕನ್ನಡ, ಕರ್ನಾಟಕ, ಹಿಂದೂಸ್ತಾನ್, ಭಾರತ ದೇಶ ನಮ್ಮ ದೇಶ, ಕರ್ನಾಟಕ ರಾಜ್ಯ ನಮ್ಮ ರಾಜ್ಯ. ಇದೇ ನಮ್ಮ ತಂದೆ ತಾತ ಮುತ್ತಾತ ಎಲ್ಲರೂ ಇಲ್ಲೇ ಹುಟ್ಟಿರೋದು ಭಾರತ ದೇಶದಲ್ಲಿ. ನಾವೆಲ್ಲ ಹೆಂಗೆ ಪಾಕಿಸ್ತಾನವ್ರು ಆಗ್ಬಿಡ್ತೀವಿ? ಮುಸ್ಲಿಮ್ಸ್ ಆಗಿಬಿಟ್ರೆ ಏನು ಪಾಕಿಸ್ತಾನವ್ರು ಆಗಿಬಿಡ್ತಾರಾ? ಇಲ್ಲಿ 29 ವರ್ಷದಿಂದ ಇದ್ದೀವಿ ಸರ್. ಹಾಂ, ಎಲ್ಲ ಆಯ್ತಾ ಸರ್? ಪೇಪರ್ ಎಲ್ಲ ಕೊಟ್ಟಿದ್ದಾರೆ. ನಾವು ಮಾರ್ಕೆಟಿಂದ ವಿಧಾನಸೌಧದಿಂದ ಇದ್ದು ಇಲ್ಲಿ ಸಲ್ಲಿಗಿದ್ದು 2 ದಿವಸ ನಾವು ಇದ್ದಿದ್ದು. ನಮಗೆ ನ್ಯಾಯ ಕೊಡ್ತಾರೆ ಅಂತ ನಾವು ಇದ್ದಿದ್ದೀವಿ. ನಮಗೆ ನ್ಯಾಯ ಪಡ್ಬೇಕು. ಎಲ್ಲ ಕರ್ನಾಟಕ ಅವರೇ ಸರ್. ಏನಂದರೆ 28 ವರ್ಷದಿಂದ ಬಕೀರವರು ಸ್ವಲ್ಪ ಜನ ಬಂದು ಆಂಧ್ರದಿಂದ ಬಂದು ಇಲ್ಲಿರೋರು ಇದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಇಲ್ಲೇ ಆಧಾರ್ ಕಾರ್ಡು, ವೋಟರ್ ID, ರೇಷನ್ ಕಾರ್ಡು, ಏನೋ ತಾತ್ಕಾಲಿಕ ಹಕ್ಕುಪತ್ರ ಎಲ್ಲನೂ ಇದೆ ಐತೆ ಸರ್ ಎಲ್ಲರ ಹತ್ರನೂ. ಅದು ಬಿಟ್ಬಿಟ್ಟು ನೀವು ಪಾಕಿಸ್ತಾನವರು, ಬಾಂಗ್ಲಾದೇಶವರು, ಅಲ್ಲಿದ್ದು ಇಲ್ಲಿದ್ದು ಅದೆಲ್ಲ ಹೇಳ್ಬಾರ್ದು. ಯಾಕಂದರೆ ನಮ್ಮ ಹತ್ರ ಎಲ್ಲ ಪ್ರೂಫು ಇಂಡಿಯಾದಿರೋದು. ನಾವು ಇಂಡಿಯಾದ ಪ್ರೂಫ್ ಇರೋದು. ಹೆಂಗೆ ಕಳಿಸ್ಬಿಡ್ತೀರಾ ನೀವು? ಹೆಂಗೆ ಕೊಡಲ್ಲ ನಮಗೆ? ಏನು ಮಾಡಲ್ಲ? ಯಾಕೆ ಸರ್ ಈ ಥರ ತೊಂದರೆ? ಜಾತಿ ಮತ ಯಾಕೆ ಬೇಕು? യലഹങ്കയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുകയായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കർണാടക സർക്കാർ പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ടുണ്ട്. 2007 AT രാമസ്വാമി ചെയർമാനായി രൂപീകരിച്ച കർണാടക സംയുക്ത നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട്. ബാഗേപ്പള്ളിയിൽ നിന്നുള്ള CPIM MLA ആയിരുന്ന GV ശ്രീറാം റെഡ്ഡി ബംഗളൂരു നഗരത്തിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ കർണാടക വിധാൻസഭയിൽ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് സംയുക്ത നിയമസഭാ സമിതി രൂപീകരിച്ചത്. വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഉന്നതരുമെല്ലാമായി ബംഗളൂരു നഗരത്തിൽ മാത്രം 27,000 ഏക്കർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. സർക്കാരിന് സമർപ്പിച്ച സമിതി റിപ്പോർട്ടിലുള്ള ഈ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ മാറി മാറി വന്ന കർണാടക സർക്കാരുകൾ തയ്യാറായില്ല. വൻകിട കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയും അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെറുകിടയായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സമ്പ്രദായം. എന്നാൽ ഗവൺമെൻറ് സ്കീമുകൾ അനുസരിച്ച് അങ്ങനെയുള്ള സ്ലം ക്ലിയറൻസ് ചെയ്യണമെങ്കിൽ അവർ പ്രത്യേകിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ കെട്ടിക്കൊടുത്ത് അവരെ മാറ്റി പാർപ്പിച്ചും കൊണ്ടിട്ട് വേണം അങ്ങനെ ചെയ്യേണ്ടത്. അത് ഇപ്പോഴത്തെ കാലത്ത് ഭൂമി കയ്യേറ്റ ഇത് ഒരു പ്രത്യേകതരമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടക ലാൻഡ് റവന്യൂ നിയമത്തിലെ സെക്ഷൻ 94C പ്രകാരം വർഷങ്ങളായി പുറമ്പോക്ക് ഭൂമിയിൽ കുടിയേറിയവർക്ക് ഭൂമിക്ക് മേൽ അവകാശമുന്നയിക്കാം. എന്നാൽ 30 വർഷം വരെ ഒരിടത്ത് തന്നെ താമസിക്കുന്ന മനുഷ്യരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് പുറന്തള്ളുകയായിരുന്നു സർക്കാർ.
ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് പുനരധിവാസം മുൻകൂട്ടി തയ്യാറാക്കിയാവണമെന്ന സുപ്രീം കോടതി നിർദ്ദേശവും കാറ്റിൽ പറത്തി. അന്തസ്സോടെ ജീവിക്കാനുള്ള പൗരന്റെ ഭരണഘടനാ അവകാശത്തിനു മേലാണ് മതേതരമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ കയറ്റിയിറക്കിയത്. ബംഗളൂരു നഗരം വടക്കൻ മേഖലയിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ യലഹങ്കയിലെ കോടികൾ മൂല്യമുള്ള ഭൂമിയിലായിരുന്നു സർക്കാരിന്റെ കണ്ണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇവിടെ മണ്ഡ്യയിൽ ഒരു 200-300 ഏക്കർ ഭൂമി കയ്യേറി, അതിനെപ്പറ്റി വലിയ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും കർണാടകത്തിൽ ഭൂമിയുടെ, പ്രത്യേകിച്ച് ഇപ്പം ഫോറിൻ കമ്പനികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു 100 കിലോമീറ്റർ വരെ, ബാഗേപ്പള്ളി വരെ ബാംഗ്ലൂർ അടുത്ത കാലത്ത് വളരും. ബാംഗ്ലൂർ ഗ്രേറ്റർ ബാംഗ്ലൂരിൻ്റെ ഒരു സെൻറ്റർ ആവുകയാണ് യലഹങ്ക. ഇപ്പോൾ എയർപോർട്ടൊക്കെ അങ്ങോട്ടായതുകൊണ്ടിട്ട് ആ ഭാഗം അവർക്ക് പ്രഷ്യസ് ആണ് ഭൂമി. 1 ഏക്കർ, ഒരു ചതുര അടിക്ക്, ഇപ്പോൾ ഈ നിൽക്കുന്ന ഭൂമി തന്നെ ഒരു ചതുര അടിക്ക് 12,000 രൂപ കൂടുതൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് ഇനിയും കൂടുതലായിട്ട് 25,000 വരെ ഒരു ചതുര അടിക്ക് ഭൂമി. അതെ, ആ താല്പര്യം തന്നെയാണ്, ഇനി യാതൊരു സംശയമില്ല. കർണാടകയുടെ തലസ്ഥാനത്ത് മനുഷ്യരെ തെരുവിലേക്ക് തള്ളുമ്പോൾ 300 കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് ഒരു കൊച്ചു സംസ്ഥാനം പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പാർപ്പിടമൊരുക്കുകയാണ്. 65,000-ത്തിലധികം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി. അതേ കേരളം നടത്തിയ മനുഷ്യത്വപരമായ ഇടപെടൽ വേണ്ടി വന്നു യലഹങ്കയിലെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമെത്തിക്കാൻ.